സുജയ, കൂത്താട്ടുകുളം നഗരസഭയിലെ സംഘർഷത്തിന് ശേഷം ചേരുന്ന ആദ്യത്തെ കൗൺസിൽ യോഗമാണ് ഇപ്പോൾ ചേരുന്നത്. ഇതിൽ കൗൺസിലറായ കലാരാജു അടക്കം പങ്കെടുക്കുന്നുണ്ട്. കലാരാജു ഇതിൽ UDF-നൊപ്പം നിലനിൽക്കും പല വിഷയങ്ങളിലും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല തന്നെ കുറേ കാലമായി UDF നേതാക്കളാണ് സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ UDF-നൊപ്പം നിലയുറപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നാൽ രാജിവെക്കില്ല എന്നും കലാരാജു പറയുന്നുണ്ട്. ഇപ്പോൾ അല്പസമയം മുമ്പ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നൽകണം എന്നായിരുന്നു ആവശ്യം. എന്നാൽ അത്തരത്തിൽ അനുമതി നൽകാൻ കഴിയില്ല എന്ന ചെയർപേഴ്സണായ വിജയശിവൻ നിലപാടെടുത്തു. 7 ദിവസം മുൻപെങ്കിലും നോട്ടീസ് നൽകിയാൽ മാത്രമേ ഇത് പരിഗണിക്കാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല, ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് തന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് അടക്കം എഴുന്നേറ്റ് നിന്ന് അതിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ഇപ്പോൾ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള വാക്തർക്കമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇത്തരത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. എന്നാൽ ചർച്ച ചെയ്യാൻ കഴിയില്ല എന്ന് ഭരണപക്ഷവും നിലപാടെടുക്കുന്നു. എന്തായാലും CPM കൗൺസിലറായ കലാരാജു ഈ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ പല വിഷയങ്ങളും ഇന്ന് ചർച്ചയാകുന്നുണ്ട്. അതിൽ കലാരാജു എടുക്കുന്ന നിലപാടും ഇന്ന് ഏറെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഇപ്പോൾ കൗൺസിൽ യോഗം പുരോഗമിക്കുകയാണ്. സുജയ, ഇപ്പോൾ ചെയർപേഴ്സണും കടുത്ത നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇങ്ങനെയൊരു സാധ്യത, അതായത് പ്രതിപക്ഷ നീക്കത്തിന്റെ സാധ്യതകൾ മുൻനിർത്തി അവരും കൃത്യമായി ഒരു തീരുമാനമെടുത്തു തന്നെയാണ് വന്നിരിക്കുന്നത് എന്നതല്ലേ ഇപ്പോൾ ആ യോഗത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാകുന്നത്. അർജുൻ, അങ്ങനെ തന്നെയാണ്. അതായത് സ്വാഭാവികമായും ഈ സംഘർഷത്തിന് ശേഷം ചേരുന്ന ആദ്യത്തെ യോഗമാണ്. അതുകൊണ്ട് തന്നെ ആ സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ ഈ കൗൺസിലിൽ ചർച്ചയാകുമെന്ന കാര്യം ഉറപ്പാണ്. തുടക്കത്തിൽ തന്നെ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ അനുമതി നൽകാൻ കഴിയില്ല എന്ന് ഭരണപക്ഷം നിലപാടെടുത്തു. കനത്ത പോലീസ് സുരക്ഷയിലാണ് കൗൺസിൽ യോഗം ചേരുന്നത്. നേരത്തെ പോലീസിനടക്കം വീഴ്ച സംഭവിച്ചു എന്നടക്കമുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സംസാരിക്കുന്നത് നഗരസഭയുടെ വൈസ് ചെയർമാനായ സണ്ണി കുര്യാക്കോസ് ആണ്. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന പരാതിയിൽ പോലീസ് കേസെടുത്തത് ഈ ചെയർപേഴ്സണായ വിജയശിവൻ, അതോടൊപ്പം തന്നെ വൈസ് ചെയർമാനായ സണ്ണി കുര്യാക്കോസ് അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തിരുന്നു. അതിനുശേഷം അവർ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കുകയും മുൻകൂർ ജാമ്യം നേടുകയുമായിരുന്നു. എന്തായാലും കൗൺസിൽ യോഗം പുരോഗമിക്കുകയാണ്. ഇതിൽ പ്രധാനമായും ആ വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു കേട്ട ഞാൻ ചോദിക്കുന്നു, പ്രിൻസ് പറയുന്നു ഈ 164 മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുത്തിട്ടുള്ള മൊഴി എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പ്രിൻസ് പറയുന്നു. ആ ബോധന് പ്രതിപക്ഷ നേതാവ് പറയുന്നു അങ്ങനത്തെ ഒരു മൊഴി മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ചെയർപേഴ്സൺ കൊടുത്ത മൊഴി എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഇല്ലേ? ഞാൻ പറഞ്ഞ നിങ്ങൾ അദ്ദേഹം പറഞ്ഞ എന്താ? അദ്ദേഹം പറഞ്ഞത് ഗവൺമെന്റ് ഡോക്യുമെന്റ് ആണെന്നാ പറഞ്ഞേ. കോടതിയുടെ ഡോക്യുമെന്റ് ആണെന്നാ പറഞ്ഞത്. അതെനിക്ക് അറിഞ്ഞാൽ മതി. അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ കിട്ടി. നിങ്ങൾക്ക് നിങ്ങളുടെ ഞാൻ ഈ വാക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത കാര്യം രഹസ്യമൊഴി എന്നും പറഞ്ഞ് ഇവിടെ പറഞ്ഞത് എങ്ങനെ താങ്കൾക്ക് കിട്ടി? അതെനിക്ക് അറിയണം. വേണ്ട, ഇനി കൂടുതൽ ഇതിന് വിശദീകരണം തന്നിട്ട് താങ്കൾക്ക് മുന്നോട്ട് പോകാം. ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പറയാത്ത കാര്യം ഇല്ല, പറയണം. താങ്കളെ ബാക്കിയുള്ള 24 കൗൺസിലർമാർ പറഞ്ഞാലും ഞങ്ങൾക്കത് മനസ്സിലാവും. കാരണം അവർ നിയമപണ്ഡിതരല്ല. താങ്കൾ ഒരു അഡ്വക്കേറ്റ് ആണ്. ആ അഡ്വക്കേറ്റായ താങ്കൾ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ കോടതി മുമ്പാകെ മജിസ്ട്രേറ്റ് മുമ്പാകെ കൊടുത്ത രഹസ്യമൊഴി എന്ന വ്യാജേന നിങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്ന, നിങ്ങൾ ഇവിടെ സംസാരിക്കുന്നത് നീതിക്ക് നിരക്കുന്ന കാര്യങ്ങളല്ല. കോടതിയോടുള്ള അവഹേളനമാണ്. തികച്ചും കോടതിയോടുള്ള അവഹേളനമാണ്. കോടതിയെ ധിക്കരിക്കലാണ്. അർജുൻ മട്ടന്നൂർ, രഹസ്യമൊഴി എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിന്റെ കയ്യിൽ വരുന്നത്? അതാണോ വിജയശിവന്റെ ചോദ്യം? വിഷയം
ചർച്ച ചെയ്യുന്നതിനിടെ പ്രതിപക്ഷത്തെ ഒരു കൗൺസിലർ എഴുന്നേറ്റ് ഈ വിഷയം സംസാരിക്കുകയും കലാരാജു കോടതിയിൽ രഹസ്യമൊഴി നൽകിയ കാര്യം അറിയിക്കുകയും അതിൽ പറഞ്ഞ ചില വിഷയങ്ങൾ പ്രതിപാദിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് അതിന്മേൽ ഇപ്പോൾ ഭരണപക്ഷവും അത്തരത്തിൽ വാക്തർക്കവുമായി രംഗത്തെത്തിയത്. എങ്ങനെയാണ് കോടതിയിൽ കലാരാജു നൽകിയ ഒരു രഹസ്യമൊഴി പ്രതിപക്ഷത്തെ ഒരു അംഗത്തിന് എങ്ങനെ ലഭിച്ചു എന്ന് ചോദിക്കുന്നു. അത്തരത്തിൽ പരസ്പരം വാക്തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്, അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തെ ചില കൗൺസിലർമാർ, ഒപ്പം ഭരണപക്ഷത്തെ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇപ്പോൾ പരസ്പരം വാക്തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ നഗരസഭയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട ഇരു കൂട്ടരും തമ്മിൽ ഇപ്പോൾ വാക്തർക്കമുണ്ടാകുന്നത്. കലാരാജുവും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPM കൗൺസിലറായ കലാരാജു ഇതുവരെ രാജിവെക്കാൻ തയ്യാറായില്ല. പകരം ഇത്തരത്തിൽ പ്രതിപക്ഷത്തിനൊപ്പം നിലകൊണ്ട് പല വിഷയങ്ങളിലും പ്രതിപക്ഷത്തിനൊപ്പം നിലപാടെടുക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുകയാണ്. സ്വാഭാവികമായും ഇനി ഭരണപക്ഷത്തിൻ്റെ തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കുമെന്നതും പ്രധാനപ്പെട്ടതാണ്. ഈ കൗൺസിലാകട്ടെ ആകെ 25 അംഗങ്ങളാണുള്ളത്. ഇതിൽ 13 പേർ ഭരണപക്ഷത്ത്, അതോടൊപ്പം തന്നെ 11 പേർ പ്രതിപക്ഷത്ത്, ഒരു സ്വതന്ത്രനുമുണ്ട്. സ്വതന്ത്രനടക്കം ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ നിലപാടിനെ പിന്തുണച്ചുകൊണ്ടാണ്. അതോടൊപ്പമാണ് ഇപ്പോൾ ഭരണപക്ഷ കൗൺസിലറായ കലാരാജു പ്രതിപക്ഷത്തിനൊപ്പം നിലനിൽക്കുന്നത്. സ്വാഭാവികമായും ഭരണപക്ഷത്തിന് ഇപ്പോൾ അംഗസംഖ്യ കുറവാണ്. സ്വാഭാവികമായും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ചർച്ചയിന്മേൽ വോട്ടെടുപ്പ് അടക്കമുള്ള നടപടിയിലേക്ക് വരികയാണെങ്കിൽ കലാരാജുവിൻ്റെ അടക്കം നിലപാട് എന്തായിരിക്കും എന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നടക്കുന്നത് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരസ്പരം വാക്തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയുമാണ് നമ്മൾ കാണുന്നത്. സുജയ.